ബഹിരാകാശ രംഗത്തുള്ള ഇന്ത്യയുടെ കുതിപ്പിന്, നാം വീട്ടിലിരുന്ന് കേബിൾ TV കാണുന്നതിന്, ഇതിനൊക്കെ നന്ദി പറയേണ്ട ഒരാളുണ്ട്. APJ അബ്ദുൽ കലാമിനെ കണ്ടെത്തിയ ഒരു മഹാൻ, വിക്രം സാരാഭായ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്. ഓഗസ്റ്റ് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വ്യവസായിയായ അംബാലാൽ സാരാഭായിയുടെയും സാമൂഹ്യ പ്രവർത്തക സരളാദേവിയുടെയും മകനായി ജനനം. അഹമ്മദാബാദിൽ മാതാപിതാക്കൾ നടത്തുന്ന സ്കൂളിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം. 1940 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് പ്രകൃതിശാസ്ത്രത്തിൽ സാരാഭായ് ബിരുദം നേടി. 1942 ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദവും. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ശേഷം CV രാമനൊപ്പം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഗവേഷണം. കോസ്മിക് രശ്മികളുമായി ബന്ധപ്പെട്ടായിരുന്നു പഠനം. ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ സാരാഭായ് വീണ്ടും കേംബ്രിഡ്ജിലേക്ക് പോയി PhD ചെയ്തു. 1947 തിരിച്ചെത്തി. ശേഷം ശാസ്ത്രത്തെ എങ്ങനെ മനുഷ്യനെ സഹായിക്കാൻ ഉപയോഗിക്കാമെന്ന ആലോചനയിലും പ്രവൃത്തികളിലുമായി. അങ്ങനെ അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ആരംഭിച്ചു. പിന്നീട് ഇത് ഇന്ത്യൻ ബഹിരാകാശ രംഗത്തിന്റെ കേന്ദ്രമായി മാറി. ശാസ്ത്രത്തിലേക്ക് മാത്രം സാരാഭായ് ഒതുങ്ങി നിന്നില്ല. ബിസിനസ്സിലും വ്യവസായത്തിലുമെല്ലാം ചുവടുവെച്ചു. 1947 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥാപിച്ചു. 1956 വരെ അതിന്റെ ചുമതലകൾ നിർവഹിച്ചു. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വിക്ഷേപിച്ചു. പിന്നാലെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ബഹിരാകാശ രംഗത്ത് മത്സരം തുടങ്ങി. അക്കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയും ഈ രംഗത്തേക്ക് ചുവടുവെക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം ഹോമി ജെ ഭാഭയെ ചുമതലയേൽപ്പിച്ചു. അന്ന് 1961 ഭാഭ രൂപീകരിച്ച ശാസ്ത്ര സംഘത്തിന്റെ തലപ്പത്ത് സാരാഭായ് എത്തി. ശാസ്ത്രരംഗത്ത്, പ്രത്യേകിച്ചും ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൂടുതൽ വളരേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. റോക്കറ്റ് വിക്ഷേപിക്കണം, ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കണം. സാരാഭായ് പ്രയത്നം തുടങ്ങി. അങ്ങനെ 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആരംഭിച്ചു. വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ ഒരു സ്ഥലം വേണം. വെറും സ്ഥലമല്ല, ഭൂമധ്യരേഖയ്ക്ക് അടുത്തു കിടക്കുന്ന സ്ഥലം വേണം. അദ്ദേഹം എത്തിയത് കേരളത്തിൽ, തിരുവനന്തപുരത്ത് ഒരു കടലോര ഗ്രാമമായ തുമ്പയിൽ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. മഗ്ദലന മറിയം പള്ളിയും ബിഷപ്പ് ഹൗസും എല്ലാം ഉണ്ട്. വിക്ഷേപണ തറയൊരുക്കാൻ ഇതെല്ലാം നിൽക്കുന്ന സ്ഥലം വേണം. എന്തു ചെയ്യണമെന്നായി. സാരാഭായ് ബിഷപ്പിനെ കണ്ട് സംസാരിച്ചു. ബിഷപ്പ് വിശ്വാസികളോട് സംസാരിച്ചു. എല്ലാവർക്കും സമ്മതം. അവിടെ പരീക്ഷണശാലയൊരുങ്ങി. പള്ളിക്ക് സമീപത്തെ കാലിത്തൊഴുത്ത് സ്പേസ് ലാബായി. അമേരിക്കയിൽ നിന്ന് റോക്കറ്റും റഡാറും എത്തിച്ചു. റോക്കറ്റിൽ നിറയ്ക്കുന്ന ഇന്ധനം ഫ്രാൻസും, കമ്പ്യൂട്ടറും ശാസ്ത്രജ്ഞർക്കുള്ള ഹെലികോപ്റ്ററും സോവിയറ്റ് യൂണിയനും നൽകി. ഇന്ത്യയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അവിടെ അക്ഷീണം പ്രയത്നിച്ചു. അന്ന് ആ സംഘത്തിൽ APJ അബ്ദുൽ കലാമും ഉണ്ടായിരുന്നു. 1963 നൈക് അപ്പാഷെ എന്ന റോക്കറ്റ് വിക്ഷേപണത്തിനായി ഒരുങ്ങി. സൈക്കിളിൽ പേലോഡ് വിക്ഷേപണത്തറയിലെത്തിച്ചു. പള്ളിമുറ്റത്തെ തെങ്ങിൻ തോപ്പിൽ ജനങ്ങൾ അമ്പരന്ന് നോക്കി നിൽക്കെ വിക്ഷേപണം. ആകാശത്ത് സ്വർണ്ണ പുകയുയർത്തി അത് പാഞ്ഞു. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് UN അംഗീകാരവും ലഭിച്ചു. വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പിന്നാലെ ശ്രീഹരിക്കോട്ടയിൽ ഒരു കേന്ദ്രവും തുടങ്ങി. 1966 വിമാന അപകടത്തിൽ ഹോമി ജെ ഭാഭ അന്തരിച്ചു. പിന്നാലെ അണുശക്തി വകുപ്പിന്റെ അധ്യക്ഷ സ്ഥാനം വിക്രം സാരാഭായ് ഏറ്റെടുത്തു. 1969 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആയി മാറി. സാരാഭായ് തന്നെയായിരുന്നു ISROയുടെയും അധ്യക്ഷൻ. പിന്നീട് ഇന്ത്യ സ്വന്തമായി ചെറിയ റോക്കറ്റുകൾ വികസിപ്പിച്ചു. ആദ്യ റോക്കറ്റ് SLV-3യുടെ രൂപകൽപ്പന തയ്യാറാക്കി. ഇന്ത്യയുടെ ഉപഗ്രഹം റഷ്യയിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ചർച്ചകളും സാരാഭായ് മുന്നിട്ടു നടത്തി. നാസയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. വിമാനത്താവളത്തിലെ VIP മുറി ഉപയോഗിക്കാത്ത, വിമാനത്തിലെ ഭക്ഷണം കഴിക്കാത്ത, വെള്ള ജുബ്ബയും പൈജാമയും ധരിച്ച് എപ്പോഴും ചിരിച്ച മുഖത്തോടെ കണ്ടിരുന്ന സാരാഭായ്. ആരും പ്രതീക്ഷിക്കാത്ത വാർത്തയെത്തിയത് 1971 ഡിസംബർ 30 കോവളം കൊട്ടാരത്തിലെ മുറിയിൽ സാരാഭായ് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലാണ്ടു. ഹൃദ്രോഗമായിരുന്നു കാരണമെന്ന് നിഗമനം. എല്ലാവരും അമ്പരന്നു. പോസ്റ്റ്മോർട്ടം നടന്നില്ല. അന്ന് ഉച്ചയോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിമാനം അഹമ്മദാബാദിലേക്ക് പറന്നു. പക്ഷേ പിന്നീട്
പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. വികസ്വര രാഷ്ട്രത്തിൽ ബഹിരാകാശ പ്രവർത്തനങ്ങൾ വേണോ എന്ന് ചോദ്യമുയർന്നപ്പോൾ മനുഷ്യന്റെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞത് സാരാഭായി ആയിരുന്നു. 1975 റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചു. അതിനു വഴിതെളിച്ചത് സാരാഭായി പണ്ട് റഷ്യയുമായി നടത്തിയ ചർച്ചകളായിരുന്നു. 1975 ഓഗസ്റ്റിൽ ഇന്ത്യയും നാസയും കൈകോർത്തു. ഉപഗ്രഹ സഹായത്തോടെ ഇന്ത്യയിൽ ടെലിവിഷൻ പ്രക്ഷേപണം ആരംഭിച്ചു. സൈറ്റ് സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെന്റ് ആണ് ഇതിന് വഴിയൊരുക്കിയത്. ബീഹാറും ഒഡീഷയും ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ 2400ഓളം പിന്നാക്ക ഗ്രാമങ്ങളിൽ കൃഷി, വിദ്യാഭ്യാസം, ശാസ്ത്രബോധം, വികസനം ഇതെല്ലാം സാധ്യമാക്കിയത് സൈറ്റാണ്. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതമൊരുക്കാൻ, വികസനത്തിന് വേഗത കൂട്ടാൻ ശാസ്ത്രം സഹായിച്ചു. പിന്നീട് തുമ്പയിലെ വിക്ഷേപണ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നാം പേരിട്ടു. മരണാനന്തരം പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ചന്ദ്രയാൻ 3ന്റെയും 2ന്റെയും ലാൻഡറിന് വിക്രം എന്ന് പേര് നൽകി. ഇന്ന് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് കുതിപ്പ് തുടരുകയാണ്. ഗഗൻയാനിലൂടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഒരുങ്ങുന്നു. ബഹിരാകാശ രംഗത്തെ ഓരോ നേട്ടത്തിലും രാജ്യം ഈ പ്രതിഭയെ ഓർക്കുന്നു.